ഇയാളാണോ ചായക്കടക്കാരൻ ഹസൻ? അതെ സാർ. ഇങ്ങോട്ട് വാടാ. ഹസൻ, എന്താ പറയാനുള്ളത്? പറഞ്ഞു കൊടുക്കടാ. അല്പം മാറിയ എന്റെ ചായക്കട. കുറച്ച് നാളായി നാട്ടുകാരല്ലാത്ത ചിലർ അവിടെ ചായ കുടിക്കാൻ വരാറുണ്ട് സർ. ചിലപ്പോൾ അടുത്തുള്ള STD ബൂത്തിൽ നിന്ന് ഫോൺ ചെയ്യും. നെറ്റിയിൽ കുറിയും കഴുത്തിൽ മാലയും ഒക്കെ അണിഞ്ഞവർ. ചിലപ്പോൾ കാവി, ചിലപ്പോൾ കറുപ്പ്, ചിലപ്പോൾ പാൻഡോ മുണ്ടോ ഒക്കെ ആയിരിക്കും വേഷം. കാണാനും അയ്യപ്പന്മാരെ പോലെ. അയ്യപ്പന്മാർക്ക് എന്താ പ്രോബ്ലം? കണ്ട കാര്യം പറടാ നീ. അവരെ പള്ളിയിലും വെച്ച് കണ്ടു സർ. ഏത് പള്ളി വെച്ച്? ഞങ്ങളുടെ കിഴക്കമ്പലം പള്ളിയിൽ വെച്ച്. ഇന്നലെ അസർ നിസ്കരിക്കാൻ ചെന്നപ്പോ അവരവിടെ ഉണ്ട്. നല്ല ചൊവ്വോടെ നിസ്കരിക്കുന്നു സർ. ചായക്കടയിൽ അവരെന്നും വരാറുണ്ടോ? മിക്കവാറും. അവരെത്ര പേരുണ്ട്? ചിലപ്പോ 3, ചിലപ്പോ 4. അവരെവിടാ താമസം? അതറിയില്ല സർ. നിങ്ങൾ അവരെ അന്വേഷിച്ചില്ലേ? ഓ സർ, രാവിലെ ഇവൻ വിവരം പറഞ്ഞപ്പോ ഞാൻ ഉടനെ തോമസ് സാറിന് ഫോൺ ചെയ്തു. പള്ളി വെച്ച് അവർ നിന്നെ കണ്ടോ? ഇല്ല സർ. ഇവിടെ അടുത്തൊരു പള്ളിയിലെ മുസ്ലിയാർ എന്നോടൊരു കാര്യം പറഞ്ഞു. അത്ര പരിചയമില്ലാത്ത ചിലരെ അടുത്ത് പള്ളിയിൽ കണ്ടതായിട്ട്. लिस्ट वाला सामान सब है कि नहीं देख ले। हाँ जी. पाशा, तू ये रख. ठीक है. ताहिर. ഇച്ചിരി കൂടെ കടുപ്പം കൂട്ടിക്കോ. അന്ന് ഇസാ മുഹമ്മദ് ഹാജി ഒരു മുസ്ലിയാർ തന്റെ പള്ളിയിൽ വെച്ച് പരിചയമില്ലാത്ത ചില ആൾക്കാരെ കണ്ടുവെന്ന് പറഞ്ഞപ്പോ വിശ്വസിക്കാൻ തോന്നിയില്ല. അതൊരു ട്രാപ്പാണെന്ന് കരുതി. ഇവൻ പറഞ്ഞത് വാസ്തവമാണെങ്കിൽ ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് ഓൺ മൈ പാർട്ട് ആൻഡ് ഹാജിയ ഡിസേർവ്സ് ആൻ അപ്പോളജി. എനിക്ക് അദ്ദേഹത്തെ കണ്ട് മാപ്പ് പറയണം. तीन जाए बनाओ भाई.
Boss! TN35B236. വാങ്ങിയ കാറുകൾക്ക് വേണ്ടിയാണോ തമിഴ്നാട് നമ്പർ പ്ലേറ്റ്സ്? അന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച കാറിനും തമിഴ്നാട് രജിസ്ട്രേഷൻ ആയിരുന്നു സാർ. വൈ തമിഴ് നമ്പർ പ്ലേറ്റ്സ്? അവർക്ക് തമിഴ്നാട്ടിൽ എന്തെങ്കിലും? ഉണ്ടാകാം. ഹലോ. ആ സർ. സർ യെസ്. ആ സർ. സർ ക്യാൻ യു കോൾ മീ ആഫ്റ്റർ സം ടൈം പ്ലീസ്? ആ സർ. ഇത് ബോഡിയിൽ നിന്ന് കിട്ടിയാണ് സർ. സർ യെസ് സർ. 4 പേർ കൊല്ലപ്പെട്ടു, ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു. കൃത്യമായ എണ്ണം അറിയില്ല സർ. തെളിവുകൾ നശിപ്പിക്കാനായിരിക്കും ബ്ലാസ്റ്റ് ചെയ്തത്. യെസ് സർ. വി ആർ സെർച്ചിങ് ഫോർ എവറി ബിറ്റ് ഓഫ് എവിഡൻസ്. ഹോപ്പ് സോ. I'll give you a detailed report, sir. Okay. കാവനാട് അബ്ദുൽ ഖാദർ, പൂവത്തുംകുടി ജബ്ബാർ മുഹമ്മദ്, ഹനീഷ് മുഹമ്മദ്, മാലിക് അക്തർ. ആദ്യത്തേത് 3 ഇന്ത്യൻ പാസ്പോർട്ട്, അവസാനത്തേത് പാകിസ്ഥാനി. ബാബു എപ്പോ മുതലാ മിസ്സിംഗ്? ഇന്നലെ രാവിലെ കോളേജിലേക്ക് പോവാന്ന് പറഞ്ഞു പോയത്. സോറി സുലേഖ. സോറി സർ. താങ്ങാവുന്നതിലും അധികമാണെന്നറിയാം. സോറി, ബട്ട് ഇറ്റ്സ് എ ഫാക്ട്. സോറി. സഹീർ അഹമ്മദ്, ശരിക്കുള്ള പേര് ബാബു എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടിയ കോളേജ് ലെക്ചറർ. അയാളിൽ തീവ്രവാദം എങ്ങനെ കടന്നുകൂടി എന്നുള്ളത് അയാളുടെ ഭാര്യയ്ക്കും അയാളുടെ ഫാദറിനോയ്ക്കും വരെ അജ്ഞാതമാണ്. ആയിത്തീർന്ന കഥയൊന്നും പറയണ്ട, കിടന്ന് ചളവള പറയാതെ താൻ മാറ്ററിലേക്ക് വാ. സ്ഫോടന വസ്തുക്കൾ നിറയ്ക്കാൻ ആ ബ്രോക്കറിൽ നിന്ന് വാങ്ങിയ മാരുതി കാറുകൾ
അതെവിടെ? അതെല്ലാം അതിർത്തി കടന്ന് തമിഴ്നാട്ടിൽ എത്തിക്കഴിഞ്ഞു എന്ന് വേണം വിശ്വസിക്കാൻ. വാട്ട്? അതെങ്ങനെ ഉറപ്പിച്ച് പറയും? താൻ കണ്ടോ അതിർത്തി കിടക്കുന്നത്? പ്ലീസ് ഡോണ്ട് ഇന്ററാപ്റ്റ്. ഡിസംബർ 6 നടക്കുമെന്ന് ഉദ്ദേശിക്കുന്ന സ്ഫോടനങ്ങൾ ശബരിമലയിലോ മറ്റു ക്ഷേത്രങ്ങളിലോ അല്ല, മറിച്ച് പഴനിയിലാണ്. പഴനിയിലോ? യെസ്, ഐ ഹാവ് സ്ട്രോങ് റീസൺസ് ടു ബിലീവ്. ടെററിസ്റ്റുകളിൽ ചിലർ പഴനിയിൽ താമസിച്ചു എന്നതിനുള്ള തെളിവ് ഹോട്ടൽ ബിൽസ്, പഴനിയിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്ത ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, ഇത് ഡെഡ് ബോഡി സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് സാർ. തീർത്ഥാടന കേന്ദ്രമായ പഴനിയിൽ ഭീകരർക്ക് എന്ത് കാര്യം? ഇതുകൊണ്ട് മാത്രം പഴനിയിൽ അവർ പൊട്ടിക്കുന്നു പറയാൻ പറ്റില്ല. എന്നെ സംസാരിക്കാൻ വിടില്ല. ഇരിക്കലോ അവിടെ. ഭീകരരുടെ ഗൂഢാലോചന ഇവിടെ കേരളത്തിലും ലക്ഷ്യം പഴനിയുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഴനിയാണെങ്കിൽ കിഴക്കമ്പലം ഷൂട്ടൌട്ടോട് കൂടി അവരുടെ ഗൂഢാലോചന തകർന്ന സ്ഥിതിക്ക് ആ പരിപാടി അവർ ഉപേക്ഷിച്ചിരിക്കില്ലേ? സാധ്യതയില്ല സാർ. കിഴക്കമ്പലം ഷൂട്ട് ഔട്ടിൽ ആകെ മരിച്ചത് 4 പേരാണ്. അതിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു, അവർ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. അവരോടൊപ്പം ബാബുവും കൂടെ ചേർന്നാൽ എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ തമിഴ്നാട് പോലീസിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഈ വിവരം അറിയിക്കുക. ഈ മനുഷ്യന്റെ വർത്തമാനം കേട്ട് തമിഴ്നാട്ടിലെ ജനങ്ങളെ പാനിക് ആക്കരുത്. അവസാനം പഴനിയിൽ ഒരു പടക്കം പോലും പൊട്ടില്ല. ഇയാൾ അന്വേഷണത്തിൽ നിന്ന് മാറ്റണം. ഇവിടെ കേരളത്തെ കയ്യെത്തും ദൂരത്ത് കിട്ടിയ ഭീകരരെ പിടിക്കാൻ പറ്റാത്ത ഇയാൾ പഴനിയിൽ എന്ത് ചെയ്യാനാ? കേരള പോലീസിനാകെ മാനക്കേടുണ്ടാക്കാൻ നടക്കുന്നു. കുറെ നേരമായി തുടങ്ങിയിട്ട് എന്റെ തൊപ്പി പോയാലും വേണ്ടില്ല, ഇനി വാ തുറന്ന ഇടിച്ച് കൂമ്പയാൻ കലകികളെ. ഇപ്പൊ സാറിന് മനസ്സിലായി പഴനിയിൽ എന്ത് സംഭവിക്കുമെന്ന്? ഉവ്വ്. കുറെ കൂടെ ശക്തമായ തെളിവ് ലഭിച്ചിട്ട് പോരെ പഴനി പോകുന്നത്? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ എന്റെ ഐജിക്ക് ഒരു മുന്നറിയിപ്പ് നൽകി. ഈ നാടിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ ഇവിടെ വ്യാജ കറൻസികൾ ഇറങ്ങുമെന്ന്. അന്ന് വാർണിംഗ് കേട്ട് ഇവിടുത്തെ റവന്യൂ വിഭാഗവും കൗണ്ടർ ഫീറ്റ് സ്ക്വാഡും കസ്റ്റംസും ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു വാർത്ത പത്രത്തിൽ വരില്ലായിരുന്നു. ഒരു കണ്ടെയ്നർ കള്ളനോട്ട്. പഴനിയിൽ ഭീകരരുടെ ആക്രമണത്തിൽ അനവധി ഭക്തന്മാർ. ഇങ്ങനൊരു പത്രവാർത്ത വന്നു കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് തെളിവുകൾക്കായി കാത്തിരിക്കാം സാർ. വേണ്ട വേണ്ട, ഒരു റിസ്ക്കും എടുക്കണ്ട. കല്യാണി, എന്തെങ്കിലും ഒരു ഷുവർ ഷോട്ട് ഉണ്ടോ? ഒരൊറ്റമൂലി ഈ ഭീകരരെ തടയാൻ? Minus Babu, I mean minus Zahir Ahmed, nothing will happen. With Babu, I am sorry, sir.